ഇത് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന്റെ സമാരംഭമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ തന്ത്രപരമായിരുന്ന ഒരു നീക്കമാണോ? കാരണം അവിടെ സമരം ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഫുഡ് കൊടുക്കണം എന്ന് ഇന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്നോ ഒരു പട്ടണത്തിൽ നിന്നോ ആരോ ഓർഡർ ചെയ്തിരിക്കുന്നവർ, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ പോലും യൂണിഫോം അണിഞ്ഞു വന്നിട്ട് മൃഗീയമായിട്ട് കുട്ടികളെ തല്ലിച്ചതച്ചു. ആത്മാഹൂതി ചെയ്ത പ്രിയപ്പെട്ട മക്കളുടെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് ഒരു വ്യാഴവട്ടക്കാലം. ഇത്രയും കാലം വലിയ എതിരാളികളില്ലാതെ രാജ്യം ഭരിച്ചു കൊണ്ടുപോയ പ്രധാനമന്ത്രിക്ക് പെട്ടെന്നൊരു വലിയ എതിർശക്തികൾ രൂപപ്പെടുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പടിയിറക്കത്തിൻ്റെ സൂചനയാണോ ഇത്? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയും NDA സർക്കാരും ഇന്ത്യയിൽ സൃഷ്ടിച്ചതാണ്. കർഷക സമരത്തെ അട്ടിമറിച്ചതുപോലെ, ഡൽഹിയുടെ തെരുവുകളിൽ ഇതിനു മുൻപ് ഉയർന്നു വന്ന നിരവധി സമരങ്ങളെ അട്ടിമറിച്ചതുപോലെ ഈ സമരത്തെയും തല്ലിയൊതുക്കാം എന്നൊരു ഭരണകൂടം ചിന്തിച്ചതിൻ്റെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ, ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഇനിയൊരു കുറേ നാളുകളിലേക്ക് BJPയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല. കാരണം ഹിന്ദുത്വ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിച്ച് ഇന്ത്യയിലെ 80% ജനങ്ങളെ പോക്കറ്റിലാക്കി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അത് അട്ടിമറിക്കുക അസാധ്യമാണ് എന്ന് ചിന്തിച്ച പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ പവി ചോദിച്ചതുപോലെ ഇത് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ സമാരംഭമാണ്. കാരണം ഈ സമരം ആരാ നടത്തുന്നത്? അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഈ സമരം ആരാ നടത്തുന്നത്? ഈ സമരം നടത്തുന്ന സമയത്ത് ദേശീയ മാധ്യമങ്ങൾ ഈ സമരത്തെ കണ്ടതായിട്ട് നടിച്ചില്ല. അതുപോലെ തന്നെ അർണബ് ഗോസ്വാമിയെ പോലുള്ള റിപ്പബ്ലിക്കൻ ചാനലിൻ്റെ ആളുകളുടെ ചാനൽ വാർത്തകൾ കണ്ടാൽ, ഡിബേറ്റ് കണ്ടാൽ നമുക്ക് വളരെയധികം സങ്കടം തോന്നും. കാരണം ആ ഡിബേറ്റിനകത്ത് ഈ CJP പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ വിളിച്ചിരുത്തുക, അതിനുശേഷം തലങ്ങും വിലങ്ങും വാചാടോപം നടത്തി ആക്രമിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ 4th എസ്റ്റേറ്റായി നിൽക്കേണ്ട മാധ്യമം, ആ മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് അദ്ദേഹം ആക്രമിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഒരുപാട് ഈ മോദി ചാനലുകൾ, അതുപോലെ തന്നെ അദാനി ചാനലുകൾ, അതുപോലെ തന്നെ അംബാനി ചാനലുകളെല്ലാം കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ കാര്യത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ്റെ പണം വാങ്ങി ചാരപ്രവർത്തനം നടത്തുന്നവർ, ചൈനയുടെ പണം വാങ്ങി ചാരപ്രവർത്തനം നടത്തുന്നത്, ഇന്ത്യ വിരുദ്ധ ശക്തികൾ. ഏതു സമരം ഡൽഹിയിൽ നടന്നാലും ആ സമരത്തെ ആകെ മുക്കിക്കൊല്ലാൻ ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഇത് പാകിസ്ഥാൻ്റെ ചാരന്മാർ എന്നുള്ളതാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് നേപ്പാളിൽ സംഭവിച്ച അതേ സമരത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് നമുക്ക് പറയാം, അല്ലേ? രാജാവ് പോലും ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. കൊട്ടാരം പിഴുതെടുത്തു. ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചു നേപ്പാളിൽ. ആരാണ് അട്ടിമറിച്ചത്? അവിടുത്തെ യുവത. അതാണ്, ആ യുവതയാണ് ഇന്ന് ഡൽഹിയിലെ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തിനാണ് ഈ ദുർവാശി സർക്കാരിനെ സംബന്ധിച്ച്? എന്തിനാണ് ഈ ദുർവാശി? ആ സമരക്കാർ ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങളേ ഉള്ളൂ. ഒരു കാര്യം, ഇതിനകത്ത് ആത്മാഹൂതി ചെയ്ത 20ഓളം വരുന്ന കുട്ടികളുണ്ട്. 13 ഔദ്യോഗിക കണക്ക്. പക്ഷേ 20 കുട്ടികൾ ആത്മാഹൂതി ചെയ്തു. എന്തിൻ്റെ പേരിൽ ആത്മാഹൂതി ചെയ്തത്? ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം തകരാറിലായി. ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതിനകത്ത് നടപ്പിലാക്കേണ്ട ക്രമകരമായിട്ടുള്ള കാര്യങ്ങൾ തകരാറിലായി എന്നുള്ളതിൻ്റെ വേദന കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോഴാണ് ആത്മാഹൂതി ചെയ്തത്. ആ ആത്മാഹൂതി ചെയ്ത പ്രിയപ്പെട്ട മക്കളുടെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. 2, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ഈ നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളെ അട്ടിമറിച്ച ഒരു വലിയ വിഭാഗം. ആ കുറ്റക്കാരെ വളരെ കർശനമായി ശിക്ഷിക്കണം. 3 എന്ന് പറയുന്നത് ഇതിന് ഉത്തരവാദിയായിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ആ ധർമ്മേന്ദ്ര പ്രതാപനെ ആ സ്ഥാനത്തു നിന്നും മാറ്റണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. 4, സമരം നടത്തിയതെല്ലാം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ ക്രൂരമായ നിരവധി വകുപ്പുകൾ ചുമത്തി ജയിലിലും തുറങ്കലിലും അടക്കാനുള്ള ഒരു ഏകഛത്രാധിപതിയുടെ നീക്കമാണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത്. അത് പാടില്ല.
ഈ 4 ആവശ്യങ്ങൾ മാത്രമേ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുള്ളൂ. ഈ 4 ആവശ്യങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് ഞങ്ങൾ കുറ്റക്കാരെ ശിക്ഷിക്കാം എന്ന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് കുറ്റക്കാരുണ്ടായിരുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണോ അറിയുന്നത്? ഈ സമരം കൊടുങ്കാറ്റ് പോലെ ഈ ഡൽഹിയുടെ തെരുവുകളിലാകെ ആഞ്ഞു വീശുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിന് നെടുനായകത്വം നൽകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണോ ഇതിനകത്ത് കുറ്റക്കാർ? എത്ര ദിവസങ്ങളായി ഈ സംഭവം നടന്നിട്ട്? അപ്പോൾ അതിൻ്റെ കുറ്റക്കാരെ രക്ഷിക്കാൻ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറ്റക്കാരെ സംരക്ഷിച്ച്, തെറ്റുകാരെ സംരക്ഷിച്ച്, ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ നരേന്ദ്രമോദി തെറ്റിദ്ധരിച്ചു ഇത് മൊസോളിനിയുടെയും ഹിറ്റ്ലറുടെയും പാരമ്പര്യത്തിൽപ്പെട്ടൊരു നാടാണെന്ന്. അതിൽ അദ്ദേഹം തെറ്റി. അതിൽ അദ്ദേഹത്തിന് അടിയറവ് പറയേണ്ടി വന്നു. ബ്രിട്ടീഷുകാരൻ്റെ തോക്കുകൾക്കും ബാനറ്റുകൾക്കും പീരങ്കികൾക്കുമെതിരെ സമരം നടത്തിയതിൻ്റെ പോരാട്ട വീര്യമുള്ളൊരു രാജ്യമാണ് ഈ രാജ്യം. 10,000-കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വം വരിച്ച് 2 നൂറ്റാണ്ട് കാലം അടിമത്തത്തിൽ നിന്ന് മോചനത്തിൻ്റെ മഹാശബ്ദം നേടുമ്പോൾ അതിന് നായകത്വം കൊടുത്തൊരു പാർട്ടിയുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് അത് എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഉണർന്നു വരാൻ തീരുമാനിച്ചാൽ, ഈ പറയുന്ന യുവത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല. ഇപ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും കോൺഗ്രസ്സിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വലിയ വിമർശനമുണ്ടായിരുന്നു. അതായത് അയോധ്യ കൊള്ള ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ നീറ്റ് പരീക്ഷാ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ ഒരു പ്രതിഷേധമുണ്ടാക്കുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിൻ്റെ തന്ത്രപരമായിരുന്ന ഒരു നീക്കമാണോ? കാരണം ഇതിൽ നിരന്തരമായി ഇങ്ങനെ രാജ്യദ്രോഹികൾ എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ശരിക്കും ഇന്ത്യൻ ജനതയെ ഉണർത്തിയൊരു പ്രതിഷേധത്തിലേക്ക് മാറ്റി അവിടത്തേക്ക് കോൺഗ്രസ് തന്ത്രപരമായി ഇടപെടുകയായിരുന്നോ, അല്ല കോൺഗ്രസിൻ്റെ വീഴ്ച ആദ്യം മുതലുണ്ടായിരുന്നോ? ഈ വിഷയം ഏറ്റവും ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് CJPയുടെ ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെയും രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ നേരിട്ട് പോയി കണ്ട് അവരോട് സംവാദം നടത്തി. ആ സംവാദം നടത്തിയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇതിൽ നിന്ന് മാറുന്നത്. എന്തിനാ മാറുന്നത്? കോൺഗ്രസ് ഈ സമരം ആദ്യം തന്നെ ഏറ്റെടുത്ത് തെരുവിൽ വന്നിരുന്നുവെങ്കിൽ ഇത് കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ് എന്ന് വ്യാഖ്യാനിച്ച് ഈ സമരത്തെ മുക്കിക്കൊല്ലാൻ സർക്കാർ ശ്രമിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരായി പ്രവർത്തിക്കും. പക്ഷേ ഇത് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളും, ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് എത്രയധികം ആളുകളാണ് ഇത്രയും കാലം സജീവ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാത്ത നിരവധി ആളുകളാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. അവരെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഈ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന കമ്പനികളിൽ ഏതോ ഒരു കമ്പനി, ഏതാണ് സൊമാറ്റോ ആണോ സ്വിഗ്ഗി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കമ്പനിയുടെ ജോലി ചെയ്യുന്ന ഒരു ഡെലിവറി ബോയ്, അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതോ സ്റ്റേറ്റിൽ നിന്ന് ഒരു അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ജന്തർ മന്ദറിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഫുഡ് കൊടുക്കണം എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, അഡ്രസ്സ് ഇല്ലാതെ ഒരു പാക്കറ്റ് ഫുഡ് വരികയാണ്. എന്നിട്ട് പറയുന്നത് അവിടെ സമരം ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഫുഡ് കൊടുക്കണം എന്ന് ഇന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്നോ ഒരു പട്ടണത്തിൽ നിന്നോ ആരോ ഓർഡർ ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആരും അറിയാത്ത രീതിയിലുള്ള വലിയ പ്രകമ്പനം വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നു, ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഡൽഹി സമരം എല്ലാ സമരങ്ങളെയും പോലെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. എത്ര ആളുകൾക്ക് ചോര പുരണ്ടു, എത്ര ആളുകൾ ചോരയിൽ കുളിച്ചു. ഇപ്പം വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അല്ലേ, സാക്ഷി എന്നാണ് പേര്. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പുറത്തു വിടുന്നില്ല. അവിടെ ബന്ധുക്കളെ, മാധ്യമങ്ങളെ കാണാൻ സമ്മതിക്കുന്നില്ല. പോലീസിനെ നിരത്തി നിൽക്കുക. അപ്പം എന്തൊരു മാനസികാവസ്ഥയിലാണ് ഒരു സർക്കാർ നിൽക്കുന്നത്? ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് പുറം ലോകത്തിന് അറിയാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ?
അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള എത്രയോ കുട്ടികൾ ഇന്ന് മലയാള മനോരമയുടെ പത്രത്തിൻ്റെ 1-ാം പേജിൽ അവരുടെ മാസ്റ്റർ ഹെഡ്, അതായത് മലയാള മനോരമ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു കൂട്ടം ചെരുപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ചെരുപ്പുകൾ എന്ന് പറയുന്നത് പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടിയ കുട്ടികളുടെ നിരവധി ചെരുപ്പുകളാണ്, ആയിരക്കണക്കിന് ചെരുപ്പുകളാണ്. അപ്പോൾ ഇത്രയും മൃഗീയമായിട്ടുള്ള അതിനകത്ത് വേഷധാരികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ പോലും യൂണിഫോം അണിഞ്ഞു വന്നിട്ട് മൃഗീയമായിട്ട് കുട്ടികളെ തല്ലിച്ചതച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തെ ഇനി ആർക്കും ഒറ്റുകൊടുക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. ഈ സമരത്തിൻ്റെ മുമ്പിൽ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരും. കാരണം ഇതൊരു രാഷ്ട്രീയ സമരമല്ല, ഇത് ഇന്ത്യ രാജ്യത്തെ യുവത ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയെ സ്വപ്നം കാണുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തെ സ്വപ്നം കാണുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ്. ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറയുന്നത്, കടന്നൽ കൂട് ഇളകി വരുന്നത് പോലെ ആളുകൾ വരികയാണ്. എങ്ങനെയാണ് ഇനി ഈ സമരത്തെ നരേന്ദ്രമോദിക്ക് അവസാനിപ്പിക്കാൻ കഴിയുക? ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ പ്രക്ഷുബ്ധമാണ്. സത്യത്തിൽ ഇത് അവസാനം നരേന്ദ്രമോദി കീഴടങ്ങുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്നു. ഇതിനുമായി ബന്ധപ്പെട്ടവരെ ആരെയും വിടില്ല എന്നുള്ളതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി. അത് ഏറ്റവും അവസാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രക്തം കൂടി ദില്ലിയുടെ മണ്ണിൽ വീണിരിക്കുന്നു. അദ്ദേഹം അതിശക്തമായി പ്രതിഷേധിച്ചതിന് ശേഷം ഇത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് പോകും എന്നുള്ളത് നരേന്ദ്രമോദിക്ക് വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ കൂടി ബാക്കി പത്രമല്ലേ ഈ അന്വേഷണമൊക്കെ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ സമരം ചെയ്യുന്ന മക്കൾക്ക് ഇനി നീതി കിട്ടാൻ ഒരു സ്ഥലവും ഇല്ല. എപ്പോഴും ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഭരണകൂടം ഒരു സമരത്തെ എതിർത്താൽ, ഭരണകൂടം ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ, ഭരണകൂടം ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തൂണുകൾ, നെടും തൂണുകൾ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അതുപോലെ തന്നെ മീഡിയ. അതിൽ ജുഡീഷ്യറിക്ക് പരമമായിട്ടുള്ള അധികാരമുണ്ട് ഇന്ത്യയിൽ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ പദവി അലങ്കരിക്കുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ നിർഭാഗ്യവശാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വീഡിയോ റിപ്പോർട്ടുകൾ കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതൊന്നും കണ്ടിരിക്കാനുള്ള സമയമില്ല, സമയം നഷ്ടപ്പെടുത്താനില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനതയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മെട്രോ വണ്ടികൾ ഓടുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിർത്താൻ പാടില്ലെന്നും തുറന്നു കൊടുക്കണമെന്നും സുപ്രീം കോടതിയുടെ ഒരു ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ കോടതിക്കെതിരെ പറയുന്നതല്ല, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചില തൂണുകൾ നമ്മൾ അറിയാതെ നിഷ്പ്രഭമായി പോകുന്നു എന്നൊരു സങ്കടം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് നീതി പ്രതീക്ഷിക്കേണ്ട കോടതിയും നീതി പ്രതീക്ഷിക്കേണ്ട ഭരണകൂടവും ഒരു ഭാഗത്ത് പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരാണ് നീതി ദേവതയായി മാറേണ്ടത്? അവിടേക്കാണ് രാഹുൽ ഗാന്ധി ഈ സമരാങ്കണത്തിലേക്ക് പാഞ്ഞുപോയത്. അത് വളരെ കൃത്യമായിട്ടുള്ള ചില സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, ആ സമരത്തിൽ CJPയുടെ പ്രവർത്തകന്മാരുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്, കോൺഗ്രസ് പ്രവർത്തകന്മാരുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയല്ല. ആരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെസിഗ്നേഷൻ എന്താണ്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, ജനാധിപത്യത്തിൽ ഭരണകൂടത്തിന് പ്രധാനമന്ത്രി എന്നതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനും ഉന്നതമായിട്ടുള്ളൊരു പദവിയുണ്ട്. ആ പദവി ആദ്യ ഘട്ടം മുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യതയില്ല, പാർട്ടിയില്ല. പക്ഷെ അന്ന് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പോയ AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തെ ബോധപൂർവം പ്രതിപക്ഷ നേതാവാക്കി അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നൊരു പാരമ്പര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് അവകാശപ്പെട്ടതാണ്. ആ പാരമ്പര്യം അവകാശപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് സമര പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗത്തെ തൊലി മുഴുവൻ അടർന്നുപോയി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ചോര ഇറ്റു വീണു. നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഈ രാഹുൽ ഗാന്ധിയുടെ ഒരിറ്റ് ചോരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ദേശീയതയിലും. കാരണം എന്താ?
ആ കുടുംബത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും അങ്ങനെയാണ് അല്ലേ. അതെ. ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ ശ്രമിച്ചപ്പോൾ ആ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ ഇന്ദിരാഗാന്ധി, അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സദ്വന്ത് സിംഗും ബിയാന്ത് സിംഗും ചേർന്ന് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ അമേരിക്കയുടെ കൈകടത്തൽ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ദ്വീപ്, ഇന്ത്യയുടെ അയൽ രാജ്യം നമുക്ക് നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോഴാണ് ശ്രീലങ്കയിൽ സമാധാന സേനയെ അയക്കാൻ രാജീവ് ഗാന്ധി തീരുമാനിച്ചത്. ആ സമാധാന സേനയെ അയച്ചതിൻ്റെ പേരിലാണ് തനുവെന്ന മനുഷ്യ ബോംബിനാൽ ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ആ 2 ചോരകൾ വീണതിന് ശേഷം ആ കുടുംബത്തിൽ നിന്ന് രാഹുലിൻ്റെ ചോര ദില്ലിയിലെ തെരുവീതിയിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ, ഈ ചോരയ്ക്ക് ഇന്ത്യ രാജ്യം പകരം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ചോരയ്ക്ക് മുമ്പിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.